ചിക്കൻ്റെ ഒരു പുതിയ കറി ഉണ്ടാക്കാൻ പോവുക. അത് ഒരു പരീക്ഷണമാണ്. അത് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, ഒരു പുതിയ സ്റ്റൈലിൽ. അപ്പോൾ ഇത് പുരട്ടി വെച്ചേക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് ഗരം മസാല, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ തൈര്, കുറച്ച് കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ പുരട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത പടിയായി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. ഇതിൽ ഉള്ളിയും പിന്നെ എന്താ പറയുക, ഉള്ളിയും പച്ചമുളക്, 2 പച്ചമുളകും 2 ഉള്ളിയും 1 ഉള്ളിയും നല്ലോണം ഒന്ന് ചതച്ച് വെച്ചേക്കാണ്. ഇത് 5 വെളുത്തുള്ളി ചതച്ചത്, ഇത് 1 കഷ്ണം ഇഞ്ചി ചതച്ചത്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഉള്ളി ആണ് ചേർക്കേണ്ടത്. പക്ഷേ ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള തന്നെ ചെറുതായി അരിഞ്ഞ് അത് ചതച്ചെടുക്കാൻ പോവാം. അപ്പോൾ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചു, ചട്ടിയല്ല എന്താണ് പാൻ അടുപ്പത്ത് വെച്ചു. കുറച്ച് ഒരു 3 സ്പൂൺ ഏകദേശം എണ്ണ ഒഴിച്ചു. ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക, അത് പറയാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പെരിഞ്ജീരകം ഇടാം. വലിയ ജീരകം എന്ന് പറയും. അതൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് അതൊന്ന് മൂക്കണം. അതിലേക്ക് നമുക്ക് എന്താ ഇടാൻ പോണേ, പട്ട, സിനാമോൺ, മോന ഇടാം, ഒരു ചെറിയ കഷ്ണം, അതും ഒന്ന് മൂത്തോട്ടെ. അതിന് ശേഷം സാധാരണ നമ്മുടെ ഗ്രാമ്പൂ, 3 ഗ്രാമ്പൂ ഇട്ടു. അതൊന്ന് മൂക്കട്ടെ. അതിലേക്ക് 2 ഏലക്കായ ഇടാം, 3 ഏലക്കായ, 2 വലിയ ഏലക്കായ, 1 കുഞ്ഞ് ഏലക്കായ. അതിനകത്തേക്ക് ബേ ലീഫ് ഇട്ടു, ഒരെണ്ണം. അത് മുറിച്ചിടണ്ടേ, വേണ്ടേ, അങ്ങനെ തന്നെ ഇടാം. അതിനെ ഒന്ന് ഇളക്കണ്ടേ, ഇതാ ഇതുകൊണ്ട് ഇളക്കും. മിക്സ് ചെയ്യുക എല്ലാം കൂടെ, മറിച്ചിട്, ഇലയും മറിച്ചിട് എണ്ണയിലേക്ക്. അങ്ങനെ എണ്ണയിലേക്ക് നന്നായിട്ടിട്ട് ഒന്ന് ഇളക്കുക, നല്ലതായിട്ട് മിക്സ് ചെയ്യൂ. അതിനുശേഷം നമുക്ക് ചതച്ച ഉള്ളി ഇടാം, നീളത്തിൽ ചതച്ച ഉള്ളി, പച്ചമുളക് കൂടെ ചേർത്ത്, വെളുത്തുള്ളി, ഇഞ്ചി ഇട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഇളക്കാം. ഇന്ന് പച്ചമണം മാറിക്കഴിയുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് ചെറിയ ഉള്ളി എടുക്കാം കേട്ടോ. എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവാള ചെറുതായിട്ട് അരിഞ്ഞ് ചതച്ചെടുത്തത്. ചെറിയ ഉള്ളി ഇട്ടാലാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിന് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ വരണമല്ലോ സംരംഭം ഒന്ന് മാറ്റി ഒന്ന് നോക്കുകയാണ്, അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുതൊക്കെ ഒരു ടേസ്റ്റൊക്കെ വ്യത്യാസം വരുമെന്ന് പറയുമല്ലോ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വെച്ചത്. അപ്പോൾ ഉള്ളി ഒരുമാതിരിയൊക്കെ ഒന്ന് മൂത്തിട്ടിട്ട് ഇനി അടുത്ത ചെറിയ ഉള്ളി ഇടാം. ഇനി ചെറിയ ഉള്ളി ഇടുക. ആയില്ലേ, ഇടാറായില്ലേ, മൂത്തില്ലേ, മൂത്തി. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇടാം. മറ്റേ ഉള്ളിയും മസാലകളെല്ലാം ഒരുമാതിരി മൂത്തു. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി ചതച്ചിടാം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി കേട്ടോ. നമുക്കൊന്ന് കുറച്ച് ഫ്ലെയിം കയറ്റണം കേട്ടോ, കുറച്ച് ചൂട്. അതായത് ഒന്ന് എണ്ണ ഇങ്ങനെ ഒന്ന് ചെയ്യുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ചായിട്ട് തീ പിടിക്കുള്ളൂ. മുഴുവൻ തീ പിടിച്ച് കത്തിപ്പോവില്ല കേട്ടോ, അങ്ങനെ അത് ശ്രദ്ധിക്കണേ. അല്ലെങ്കിൽ പതുക്കെ ഒന്നിങ്ങനെ വീശുമ്പം അതിലേക്ക് എണ്ണയിലേക്ക് തീ കയറി അതൊന്ന് ഒരു ടേസ്റ്റ് വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ ഇത് ഇറക്കി വെച്ച് ചൂട് കയറ്റാം കേട്ടോ. പിന്നെ അത് അപ്പോൾ ഒരുമാതിരി നന്നായിട്ട് ഇതായി, എന്താ പറയുക, ഉള്ളി മൂത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ടാ, ഇത് മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ചെറിയ സ്പൂണിന് 2 സ്പൂൺ ഇളക്കൂ, അല്ലെങ്കിൽ കരിയും. തീ കുറയ്ക്കും, സിമ്മാക്കുക. അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഇടുക. 1 സ്പൂൺ ഇട്ടില്ല, 1/2 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു. മല്ലിപ്പൊടി ഇതിൽ കുറച്ച് മതി കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നന്നായിട്ട് മൊഴിക്കുക.
അതും കൂടെ മിക്സ് ചെയ്തു. നന്നായിട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇടുക. ഇന്ന് ഞങ്ങൾ 3 പേര് ചേർന്നിട്ടാണ് ഒരു ചിക്കനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞങ്ങളുടെ ചെറിയ ഷെഫാണ്, ഭാവിയിൽ ഷെഫാണെന്നാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പോഴേ പ്രാക്ടീസ് എടുക്കുകയാണ് ഞങ്ങൾ. ഞാൻ വീഡിയോ എടുക്കുന്നു, എൻ്റെ മുകളിൽ മുളക് പൊടി അതൊക്കെ ഇട്ട് കൊടുക്കുന്നു. മറ്റേ ചെറിയ ഷെഫെല്ലാം മിക്സ് ചെയ്തു അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. നെയ്യ് ഒഴിച്ചു കേട്ടോ, കുറച്ച് നെയ്യ് ഒഴിക്കുക. ഇത്തിരി നെയ്യ് ഒഴിച്ചിട്ട് ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കാതെ നമ്മൾ കുറച്ച് ഇതിട്ട് കൊടുക്കുക. എന്താണ് നെയ്യ് ഇട്ട് കൊടുക്കുക. അതായത് ഒരു സ്പൂൺ, ചെറിയ സ്പൂണിന് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ്റെ കളറ് മാറണം. അതായത് ഈ ഒരു ചെറുതായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു കളറൊന്ന് ചേഞ്ചാവും. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ഓൾറെഡി. അതിനകത്ത് എന്താണ് നമ്മുടെ കേടിൻ്റെ കുറച്ച് നല്ല കേടാണ്, കട്ട തൈരാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് നെയ്യ് ഇതും കൂടെ ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് തക്കാളി ഇടാം. 3 ചെറിയ തക്കാളി അരിഞ്ഞത്, പുളിയില്ലാത്ത 3 ചെറിയ തക്കാളി. അപ്പോൾ നമുക്കിതിലേക്ക് ഈ ഇഞ്ചി ഈ ചിക്കൻ പുരട്ടി വെച്ചിരുന്ന അതിൻ്റെ ഇതുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ സ്പൂണായിട്ട് ആദ്യം 1 സ്പൂണ് ഇതിലേക്കൊന്ന് തളിച്ചു കൊടുക്കാം. 2, 3 സ്പൂൺ. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ഉപ്പിട്ട് നല്ലോണം ഒന്ന് ഇളക്കി അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്നിട്ട് അടച്ചു വയ്ക്കാം. ഉപ്പിട്ടാം. അയ്യോ, ഉപ്പിട്ട് കഴിഞ്ഞാൽ കുറച്ച് ഉപ്പിട്ടുണ്ട്. പിന്നെ ചിക്കനിൽ പുരട്ടി വെച്ചപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ നമുക്കിതൊരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നെയ്യിലും ഇതൊക്കെ വെള്ളം ഒഴിച്ചിട്ടില്ല ഇതുവരെ. അന്ന് നേരത്തെ ഒരു 2 സ്പൂൺ, അന്നല്ല കുറച്ച് മുമ്പ് നേരത്തെ വെള്ളം ഒഴിച്ചതേ ഉള്ളൂ, 2 സ്പൂൺ. പിന്നെ ബാക്കിയെല്ലാം ഇതിൽ നിന്ന് ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ നമുക്കിങ്ങനെ അടച്ച് വയ്ക്കാം ഒരു 10 മിനിറ്റ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു.